വർഷയുടെ അമ്മ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനായിട്ട് 7 ലക്ഷം രൂപയുടെ ചെക്കൊക്കെ ആയിട്ട് വന്നല്ലോ. അപ്പോൾ ആ ഒരു പേരിൽ സച്ചിയാണെങ്കിൽ വർഷനെ കുറേ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇത് സഹിക്കാൻ വയ്യാതെ വർഷയാണെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവളെ കണ്ടപാടെ അച്ഛനമ്മയും ഓടി വരുന്നുണ്ട്, മോളേന്ന് വിളിച്ചുകൊണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മോളെന്നുള്ളത് ശരിയൊക്കെ തന്നെയാണ്, എങ്കിലും നിങ്ങളെന്തിനാ എൻ്റെ ജീവിതത്തിൽ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അയ്യോ എന്ത് മോളെ പറയുന്നേ, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതോ? എന്ത് പ്രശ്നം? വേണ്ട അമ്മ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവും, ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല. അമ്മ 7 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടാണ് വന്നത്, എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനല്ലേ? മോളെ, ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നും അല്ല, നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെന്ന് കരുതിയിട്ടാ. അമ്മേ, അവിടെ അമ്മയ്ക്കറിയാലോ, പണ്ടേ സച്ചിയേട്ടനും അച്ഛനും ഒന്നും അമ്മ അങ്ങോട്ടൊക്കെ സഹായം ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചൊല്ലുന്ന കാശാണെങ്കിൽ അവർ മേടിക്കും, ശരിയാ, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അവരങ്ങനെ മേടിക്കില്ല. അതുപോലെ തന്നെയാ രേവചേച്ചിയുടെ കയ്യിൽ നിന്നും. രേവചേച്ചി സച്ചിയേട്ടന് ഒരു കാർ വാങ്ങിക്കൊടുത്തു, പക്ഷെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവരൊന്നും മേടിക്കില്ല. പക്ഷെ സുധിച്ചേട്ടൻ മാത്രമാ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച് അവിടുത്തെ ഷോറൂമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ അവിടെ ആരും അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹിമ പറയാണ്, അത് നമ്മൾ നീ അങ്ങനെ പറഞ്ഞത് മോക്കറിയില്ലേ, ചന്ദ്രയുടെ അച്ഛൻ കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ അവർ വീട് വെച്ചിരിക്കുന്നത്. ആ വീടിന്റെ പകുതിയും ചന്ദ്രയുടെ അച്ഛൻ തന്നെ വെച്ചതാ. ആ സ്ഥലത്ത് എല്ലാവരും താമസിക്കുന്നില്ലേ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് താമസിച്ചാ എന്താ പ്രശ്നം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് വേണ്ടേ മോളെ ജീവിക്കാനായിട്ട്? ഇതൊന്നും അവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അമ്മേ, അവിടെ സാമ്പത്തികം കുറവുള്ളവർ തന്നെയാ, പക്ഷെ സച്ചേട്ടനും രേവചേച്ചിയും അത്രയധികം സ്നേഹിക്കുന്നവരാ. ആ അച്ഛൻ്റെ മക്കളെയൊക്കെ സ്നേഹം ഒന്ന് കാണണം. അതിൽ തലതിരിഞ്ഞു പോയത് എൻ്റെ അമ്മായിമ്മയും അവരുടെ മൂത്ത മോനും വരുമ്പോഴും മാത്ര. ബാക്കി എല്ലാവരും നല്ല ബോണ്ടിങ് ഉള്ളവരാ. ഈ ഒരു ക്യാഷ് കൊണ്ടോടെ ചെന്നാലേ അത് പിന്നെ വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അമ്മ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടുന്ന് സ്നേഹസമ്മാനമായിട്ട് അങ്ങോട്ടേക്ക് വരണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ വാങ്ങിച്ചോളാം, എനിക്കുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ മറ്റാർക്കും തന്നെ അമ്മയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് കർശനമായിട്ട് വർഷ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. മഹിമയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ചേ അതും ചീറ്റിപ്പോയല്ലേ, ആ സച്ചി ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നൊരു ഉപകാരം ഉണ്ടായി, ഇവളോടൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടായെന്ന്. അത് മതി നമുക്ക്. ഇതിന്റെ പേരിൽ അവിടെ നല്ല പൊരിഞ്ഞ അടി ബഹളമൊക്കെ ഉണ്ടായി കാണും, അത് മതി. പതിയെ പതിയെ ഇവക്കിങ്ങനെ മനസ്സിലായിക്കോളും. ഇവളിപ്പോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ആ സച്ചി കാരണല്ലേ, പതിയെ പതിയെ അതൊക്കെ മാറിക്കോളുമെന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയാണെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ വർഷയാണെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോ നേരത്തെ ഹോട്ടലിലേക്ക് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ ഹോട്ടലിലേക്ക് അവിടെ ചെന്ന് അവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് പോയ കാര്യവും നടന്ന സംഭവങ്ങളൊക്കെ ശ്രീകാന്തിനോട് പറയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്റെ അമ്മ കാണിച്ച വളരെ മോശമായിപ്പോയി, പിന്നെ നിനക്കൊരു വിഷമമാണെന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. വീട്ടിലേക്ക് അങ്ങനൊന്നും കൊണ്ടുവരണ്ടെന്ന് അച്ഛന് കണിശമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്? അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തേ. ശരി, എന്നാല് ഞാൻ പോവാ, നീ മൊത്തം കഴിച്ചില്ലല്ലോ, എനിക്കത് മതി എന്നും പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ പോകുന്ന വഴിയിൽ വെച്ച് സ്കൂട്ടിൽ വെച്ചിട്ട് രേവതി സ്കൂട്ടിൽ ഇങ്ങനെ പൂ വെക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് രേവതി എങ്ങനെ നോക്കാണ്. രേവതിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരിക്കും. ഈ സമയത്ത് രേവതി അവിടെ ഒരു വഴിയേർത്ത് ആ സ്കൂട്ടി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് സാരത്തലപ്പൂടെ മുഖമൊക്കെ തുടച്ചിട്ട് ആകെപ്പാട് ടയർഡായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഇതേ സമയം ക്രോസ് ചെയ്ത് വർഷ അപ്പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. രേവതിയുടെ അവസ്ഥ കാണുമ്പോൾ വർഷയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം അതുപോലൊരു വെയിലത്താണ് രേവതി രാവിലെ മുതൽ ഈ പൂവും കൊണ്ട് കറങ്ങി നടക്കുന്നത്. വർഷയാണെങ്കിലും ഇത്ര നേരം എ സിയിലായിരുന്നല്ലോ, ബാക്കി എല്ലാവരും എ സിയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. സച്ചി ആണെങ്കിൽ പോലും കാറിനുള്ളിൽ എ സി ഉള്ളത് കൊണ്ട് അവന് വേറെ പ്രശ്നമില്ല.
പക്ഷെങ്കിലും നമ്മുടെ രേവതി അങ്ങനല്ലല്ലോ. രായും പകലില്ലാതെ വീട്ടിലെ ജോലി, പകലാണെങ്കിലോ അവൾക്ക് അവളുടെ ജോലി. അങ്ങനെ ആകെപ്പാടെ തളർന്നൊരവസ്ഥയിലിരിക്കായിരിക്കും രേവതി. വർഷ ചെന്ന് ചോദിക്കുകയാണ്, രേവതി ചേച്ചി എന്ത് പറ്റി, സുഖമില്ലേ? ആ വർഷ, നീ എന്താ ഇവിടെ? ഞാൻ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ഒന്ന് പോയതായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയില്ല രേവതി ചേച്ചിയെ കണ്ടത്. എന്ത് പറ്റി, എന്തെങ്കിലും ക്ഷീണമുണ്ടോ? അതെ, വല്ലാത്ത ക്ഷീണം. ഇന്ന് ചൂട് ഭയങ്കര കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാനും രാവിലെ ഇറങ്ങിയതല്ലേ, ഇപ്പൊ ഉച്ചയായി. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാ. നല്ല വെയില്. ചേച്ചി നിന്ന് കഷ്ടപ്പെടുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ടൗണിലെങ്ങാണം ചെറിയൊരു കട തുടങ്ങിയാലോ, ഒരു AC ഒക്കെ വെച്ച്. എൻ്റെ പൊന്നു വർഷേ, എനിക്കൊരു ദിവസം ആകെപ്പാടെ വരുമാനം കിട്ടുന്നത് ഒരു 500-ഓ 1000-ഓ അതിനിടയിലേ ഉള്ളൂ. ആ പൈസ കൊണ്ട് ഒരു AC മുറിയൊക്കെ വാടകയ്ക്ക് എടുത്താൽ എങ്ങനെ മുതലാവാനാ? ടൗണില് ഒരു കട വാടക തന്നെ എങ്ങനെ പോയാലും 40,000 രൂപ 50,000 രൂപ ഒക്കെ വരും. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, എക്സ്ട്രാ ചാർജസ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന നീ പറയുന്നേ? ആകെ പടയെങ്കിൽ മാസം ലാഭം കിട്ടുന്നത് 25-30 രൂപയാ. അത് വാടകയ്ക്ക് എടുത്താൽ പിന്നെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് സച്ചിയേട്ടൻ നമ്മുടെ മുമ്പിൽ തന്നെ ഒരു കടയിട്ടത്. അതും മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ടുപോയില്ലേ എന്ന് രേവതി പറയുമ്പം വർഷ പറയാണ്, ശരിയാ ചേച്ചി പറഞ്ഞത്, ഏതവളാണോ കുടുക്കി കൊടുത്തത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് വേറെ ആരാവാനാ, എൻ്റെ അമ്മായിയും ശ്രുതിയും കൂടെ തന്നെ ചെയ്ത പണിയായിരിക്കും. സച്ചിയേനോട് ഞാൻ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ. ആണോ ചേച്ചി, സത്യമാണോ? അതെ വർഷേ, അതൊക്കെ എനിക്കറിയാം. എങ്ങനെ അറിയാം? ഒരു ദിവസം ഞാൻ സങ്കടപ്പെട്ടവരിയ്ക്കായിരുന്നു. ആ സമയത്തായിരുന്നല്ലോ സച്ചിൻ വണ്ടിയും കൊണ്ടൊക്കെ വന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത്, ഈ ഒരു കാര്യം എൻ്റെ ഫ്രണ്ടിനോട് പറയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ശ്രുതിയും എൻ്റെ അമ്മായിമ്മയും കൂടി അവിടുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത് പറഞ്ഞു? അത് പിന്നെ ഇപ്പോ അവർക്ക് ആകെപ്പാട് ടെൻഷനായിട്ട് നിൽക്കാന്ന്. ശ്രുതി ചോദിച്ചു, എന്താ അമ്മേ കാര്യം, എന്ന് ടെൻഷൻ അടിക്കുന്നേ? അല്ല, അവളെങ്ങാണോ അറിയുവോ മുനിസിപ്പാലിറ്റിയുടെ കാര്യം എന്ന് പറയാൻ കേട്ടോ. ഏയ്, അങ്ങനൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ലമ്മേ എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്നെ കണ്ടിട്ടാണോ എന്താണോ അവർ തിരികെ പോയെന്നും പറയുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്കിട്ട് പണിതത് അവർ തന്നെയാണെന്ന്. അമ്മയുടെ വെപ്രാളവും അമ്മയുടെ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതില് ശ്രുതിക്കും കൈയുണ്ടെന്ന്. ഓഹോ, അപ്പൊ അവരൊപ്പിച്ച പണിയാണല്ലേ? എങ്കിൽ അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണല്ലോ ചേച്ചി. എന്ത് പണി? നീ മിണ്ടാതിരിക്കുക, എനിക്ക് പ്രശ്നമില്ല. പിന്നെ നീ എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നേ? അങ്ങനെ പറ്റില്ലല്ലോ. അമ്മ ഒരു ദിവസം എന്തൊക്കെയാ ചേച്ചിനെ പറയുന്നത്? രാവിലെ തൊട്ട് വയ്യോളം ചേച്ചി ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടാലും ഒരു മതിപ്പും ഇല്ല. ചേച്ചി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ, ഞാനാണെങ്കിലേ അവരെ ചട്ടുകം വെച്ച് പൊള്ളിച്ചേനെ. എൻ്റെ പൊന്നു വർഷേ, നീ എന്നങ്ങനെ പറഞ്ഞേനെ. അതിന് ഞാനും കുറെ കേട്ടു. ഞാനാണ് നിന്നെ എരിപിരി കയറ്റി കൊടുക്കുന്നതെന്നും നിന്നെ കൂടി ഇങ്ങനെ പറയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പറഞ്ഞു. ആ ഒന്നും ചേച്ചി കാര്യമാക്കണ്ട. ആ തള്ളയ്ക്ക് അല്ലേ ഉള്ളതാ. എന്തൊരു ജന്തു അത്. എത്രയൊക്കെ പറഞ്ഞിട്ടും ആ സച്ചിയോട് സ്നേഹം പോലില്ലല്ലോ. എനിക്കൊരു സംശയം, ഈ സച്ചിയേട്ടൻ അവരുടെ മോനൊന്നും അല്ലേ? രേവതി പറയാണ്, ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാല് അവരുടെ മോനൊക്കെ തന്നെയാ. പക്ഷെ എന്തോ ഇവർക്കുള്ളിൽ സംഭവിച്ചു. എങ്ങനെയോ ഇവർക്ക് അവരുടെ സ്നേഹം ഇല്ലാതായി. പക്ഷെ പാവം സച്ചിയേട്ടന് അമ്മയോട് നല്ല സ്നേഹമുണ്ട്. പിന്നെ സ്നേഹം ഇല്ലാതിരിക്കും അമ്മമാരോട്. പക്ഷേ അമ്മയ്ക്ക് തിരിച്ച് സ്നേഹമില്ല. അതാ എനിക്ക് സംശയം. പ്രസവിച്ച മക്കളെ ഏതെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാതിരിക്കുമോ ചേച്ചി? ഞാനത് കുറെ പ്രാവശ്യം ചോദിച്ചു സച്ചിനോട്. സച്ചിൻ എന്തൊക്കെയാ മറക്കുന്ന പോലെ എനിക്ക് തോന്നി. മറയ്ക്കാനോ? രേവതി ചേച്ചിയോടോ? അതെ, എന്നോട് തന്നെ എന്തോ മറക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കുറെ തവണ ചോദിച്ചു. സച്ചിനെ പറയുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാനതങ്ങ് വിട്ടു. അവരുടെ ഇടയിൽ എന്തെങ്കിലും സീക്രട്ട് കാണും. ആ എന്ത് സീക്രട്ടാ? നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഏയ്, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. സച്ചിനെ പറഞ്ഞില്ലല്ലോ, ഞാൻ അതുകൊണ്ട് അതങ്ങ് വിട്ടു. സച്ചിനെ പറയണം തോന്നുമ്പോൾ പറയട്ടെ എന്ന് കരുതി ഇന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂട്. ചേച്ചി ഇങ്ങനെ വന്നേ, നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം. ജ്യൂസ് കുടിക്കാനോ? ഞാനങ്ങും ഇല്ല. എൻ്റെ പൊന്നി ചേച്ചി ഇങ്ങോട്ട് വാ, ഇത്രയ്ക്ക് പിശുക്കൊന്നും ആവരുത് എന്നും പറഞ്ഞ് നമ്മുടെ വർഷയാണെങ്കിൽ രേവതിയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് നേരെ ഒരു കൂൾ ബാറിൽ പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് രേവതിക്ക് ഷെയ്ക്കും ഒക്കെ മേടിച്ചു കൊടുക്കുക കേട്ടോ. രേവതി വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം രേവതിക്ക് ആകെപ്പാടെ ഡെയിലി തുച്ഛമായ ശമ്പളമല്ല കിട്ടുന്നത്. ഷെയ്ക്ക് കുടിച്ചാൽ 100 രൂപ പോക്കല്ലേ. അതുകൊണ്ട് വേണമെന്ന് പറയുമ്പം വർഷയ്ക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് നിർബന്ധിച്ചുകൊണ്ടേ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിലൂടെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാണ്. രേവതി പറയുന്നുണ്ട്, ഇതൊക്കെ കഴിച്ചാല് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണ്ടേ? ആ, ഉച്ചയ്ക്ക് ഭക്ഷണം ഇപ്പൊ ആർക്കും വേണ്ടല്ലോ ചേച്ചി, അവിടെ ഉള്ളതല്ലേ കഴിക്കുന്നുള്ളൂ. ചേച്ചി എന്നും വീട്ടിൽ പോകുന്നുണ്ടോ? പിന്നല്ലാതെ ഞാൻ എവിടെ നിന്ന് കഴിക്കാനാ? വഴിയിൽ കടലൊന്നും കയറി കഴിക്കാറല്ലേ? കടയിൽ കയറി കഴിക്കാനോ ഒരു ഊണിനെ 100-200 രൂപയൊക്കെ കൊടുക്കണം. അതിൻ്റെ എവിടുന്നാ കാശ്? അന്നത്തെ ലാഭം അങ്ങ് പോയി കിട്ടില്ലേ? എന്റെ പൊന്നി ചേച്ചി, ഇങ്ങനെയൊക്കെ ജീവിക്കാവോ? നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാ, സന്തോഷിക്കാൻ വേണ്ടിട്ടാ. നാളെ നമ്മൾ മരിച്ചു പോയാ പിന്നെ എന്ത് ചെയ്യും? രേവതി പറയാണ്, എന്നും പറഞ്ഞ് നമ്മൾ ആർഭാടം കാണിച്ചാലേ ഒന്നും നമ്മളിൽ മെച്ചം കാണില്ല. നാളെ നമ്മൾ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കേ. അതുകൊണ്ട് കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെക്കണം. അങ്ങനെ സ്വരുക്കൂട്ടിയാ ഞാൻ എൻ്റെ സച്ചേട്ടന് ഒരു കാറ് വാങ്ങിച്ചത്. ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് കഴിക്ക്. രേവതി പറയാണ്, എന്തായാലും വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് മതി. എങ്ങാണ വേസ്റ്റ് വന്നാലേ എന്നെ ഇട്ട് പൊരിക്കും. എന്റെ പൊന്നി ചേച്ചി ആയതുകൊണ്ടാ അമ്മ പറഞ്ഞെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നേ. ഞാനങ്ങളാണെങ്കിൽ 2 കൊടുത്തേനെ. നിനക്കത് പറയാം, നീയോട് തിരിച്ചൊന്നും പറയില്ല. എന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. നമ്മൾ സമ്പത്തൊന്നും ഇല്ലാത്തവരല്ലേ, അതുകൊണ്ടാ അമ്മ ഇങ്ങനൊക്കെ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്ന് പറയാണ്. എങ്കിലും ഈ റൂം പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നമുക്കൊരു പരിഹാരം കാണണം എന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും വർഷയും അവിടുന്ന് പിരിയുന്നുണ്ട്. രേവതി ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ഫുഡ് വേസ്റ്റ് ആവെന്ന് പറഞ്ഞ് പാവം രേവതി വീട്ടിലേക്ക് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്ന് ഒപ്പിച്ച് വരുത്താനായിട്ട്. അപ്പോഴേക്കും ചന്ദ്ര അവിടുന്ന് വാതിൽ തന്നെ കാണും കേട്ടോ. ചന്ദ്ര പറയാണ്, ഓ വന്നോ? ഇതിലേ പോലും കൃത്യം കഴിക്കാറുന്ന സമയത്ത് അവൾ ഇങ്ങെത്തിക്കോളും. വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ അവക്ക്. മഹാറാണിയല്ലേ മഹാറാണി. എന്റെ പൊന്നമ്മേ, രാവിലെ എനിക്കൂടെ ചേർത്തല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്. അത് വേസ്റ്റായി പോകണമെന്ന് കരുതിയിട്ട് വന്നതാ. പിന്നെ നിനക്ക് വിശന്നിട്ടല്ലേ വേസ്റ്റായി പോന്ന് കരുതിയിട്ട് വന്നു. നാളോട് നിനക്ക് പറയാൻ എനിക്ക് തീരെ നാണമില്ല. ഞാനും കൂടി ഈ വീട്ടിലേക്ക് പൈസ തരുന്നുണ്ട്, അതിൽ നിന്നാ ഞാൻ കഴിക്കുന്നത്. അത് മാത്രമല്ല, രായും പവരില്ലാതെ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നുണ്ട്. ഞാൻ പണിയും ചെയ്ത് കാശും കൊടുത്ത് സാധനം മേടിച്ച് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമേ എനിക്കില്ല. ഒന്നുമില്ലാത്തതേ അമ്മയാ. പണിയും ചെയ്യുന്നില്ല, ക്യാഷും തരുന്നില്ല, അപ്പൊ കഴിക്കാൻ അർഹതയില്ലാത്തതേ അമ്മയ്ക്കാ എന്നും പറഞ്ഞ് കയറി പോകുമ്പം ചന്ദ്ര വായും പൊളിച്ച് നിൽക്കാണ്. നമ്മളെ രേവതി പറഞ്ഞെല്ലാം ഒരു കണക്ക് ശരിയാണല്ലോ. അപ്പം വടി കൊടുത്ത് അടി മേടിച്ചവിടെ ചന്ദ്ര നിൽക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ. വോയിസ് ഇല്ലാതെ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. രേവതി അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു വരുന്നുണ്ട്. ആഹാ, മോൾ ഇന്ന് താമസിച്ചു പോയോ? ഞാൻ നേരത്തെ കഴിച്ചിട്ട് കിടക്കായിരുന്നു. ആ, ഞാൻ താമസിച്ചു വെച്ചാ. അച്ഛാ, വഴിയിൽ വെച്ചേ വർഷയെ കണ്ടു. വർഷ പോയിട്ട് എനിക്ക് ഷെയ്ക്കും കടിയൊക്കെ വാങ്ങിച്ചു തന്നു. അതാ താമസിച്ചേ. അതെങ്ങാനും ഇവിടുത്തെ അമ്മ അറിഞ്ഞാലേ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇങ്ങ് പോരുന്നതാ. ആ, നീ വരാറായിപ്പോ അവള് വിളമ്പിത്തരം വന്നില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ബഹളം വെക്കായിരുന്നു. ഞാൻ കുറെ പറഞ്ഞ പിന്നെ ഒന്ന് ഒതുങ്ങിയത്. ആണോ അച്ഛാ എന്നും ചോദിച്ച് ചിരിച്ചോണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഇവള് പറഞ്ഞെന്താ നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞേ? അച്ഛാ, വന്ന് കയറിയപ്പോ തന്നെ ഞാൻ കഴിക്കാൻ നടക്കുകയാണെന്നും വിശന്നിരിക്കില്ല മഹാറാണി എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ സ്ഥിരം ഡയലോഗ് പറഞ്ഞ് എന്നെ കുറെ കുത്തി നോവിച്ചു. അപ്പൊ ഞാനും തിരിച്ചു കുറെ സത്യങ്ങൾ പറഞ്ഞു. സത്യമോ? എന്താണ് സത്യം? അച്ഛാ, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ ഈ വീട്ടില് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ജോലിയും ചെയ്ത് ഈ വീട്ടിൽ ചേരാനുള്ള ഷെയറും കൊടുത്തിട്ടാ ഞാൻ ആഹാരം കഴിക്കുന്നതെന്ന്. ഒന്നും ചെയ്യാതിരിക്കുന്നത് അമ്മയാണെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ ജോലിയും ചെയ്യുന്നില്ല, ഷെയറും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സത്യമല്ലേ അച്ഛന്ന് പറയുമ്പം രവീന്ദ്രൻ പറയാണ്, സത്യ മോളെ സത്യ. നീ ഇങ്ങനെ തന്നെ പറയണം, എങ്കിലേ ഇവക്ക് അതിനുള്ള ഒരു മതിപ്പ് വരുള്ളൂ. ഇവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. അത് കുറയ്ക്കാനേ ഇടയ്ക്കിടയ്ക്ക് ഡോസ് നല്ലതാ എന്ന് പറഞ്ഞ് അവനും ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ എല്ലാവരും ജോലിക്ക് പോയിട്ട് തിരിച്ചേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. രേവതി ആണെങ്കിൽ എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. സച്ചി രേവതിയിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ഓഹോ മഹാറാണി ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ വായും പൊട്ടി മര്യാദ കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ വായന കേട്ടുകൊണ്ട് അമ്മ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ കേട്ടോ. കാരണം ചുമ്മാ ഇരുന്ന് ചോറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. രേവതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കണമല്ലോ, അതാണല്ലോ തലയുടെ ശീലം. രേവതി അപ്പം ചിരിച്ചുകൊണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ അവള് അഹങ്കാരി എന്നും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രനാണെങ്കിൽ ഭക്ഷണം കഴിക്കായിരിക്കും. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമ്മുടെ രേവതി അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചിന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ ദിവസവും നീ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കണം, നിന്റെ ശരീരത്തിന് അതൊക്കെ നല്ലതാ. അല്ലെങ്കിലേ നീ ഇങ്ങനെ ക്ഷീണിച്ചോണ്ടേ ഇരിക്കും. എൻ്റെ അമ്മ നിന്നിട്ട് പണി ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. പുറത്തും ജോലി അകത്തും ജോലി ചെയ്തേ നീ മടുക്കും. നീ ഇത് കഴുകിയിട്, നീ തേച്ചിട്ട് ഞാൻ കഴുകിയെടുക്കാന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട സച്ചീട്ടാ, ഇത്രയും പാത്രമല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ വീട്ടിലും ഇതൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്നല്ലേ, പിന്നെ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ആളെണ്ണം കൂടുതലാ. അവിടെ നിങ്ങൾ 3 പേരിലേ ഉള്ളായിരുന്നു. ദേവും അമ്മയൊക്കെ നിന്നെ സഹായിക്കാറില്ലായിരുന്നു. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും നിന്നെ സഹായിക്കാറില്ലെന്നൊക്കെ എനിക്കറിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, നിന്നോട് പറഞ്ഞ നീ കേൾക്കില്ല, ഞാനിവിടെ പാല് കാച്ചി വെക്കാം, നീ എടുത്ത് കുടിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് സച്ചി ഇവിടുന്ന് പാല് കാച്ചാണ്. അതൊന്നും വേണ്ടാന്ന് രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിലും സച്ചി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ചന്ദ്ര അവിടെ ഒളിഞ്ഞൊന്ന് കാണുന്നുണ്ട്. അങ്ങനെ പാല് കാച്ചി ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് സച്ചിത കുടിച്ചേക്കണം കേട്ടോ, ഞാൻ മേളിൽ കാണും എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഈ സച്ചിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് വീണ്ടും രേവതി പാത്രം കഴുകൽ തുടർന്നുകൊണ്ടേയിരിക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പതിയെ അകത്തേക്ക് കയറിയിട്ട് ആ ഗ്ലാസ്സിലെ പാലുമായിട്ട് നേരെ ഹാളിലേക്ക് വരുന്നു കേട്ടോ. അവിടുന്ന് മറ്റൊരു ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിലും പപ്പാതിയാക്കാണ്. ഓ പിന്നെ പാൽ കുടിക്കാൻ നടക്കുന്നു. അവൾ ആരാന്ന് വെച്ചാല് വലിയ മഹാറാണി വന്നിരിക്കുന്നു. എൻ്റെ സുറിമോക്ക് കൊണ്ട് കൊടുക്കട്ടെ ഞാൻ ഈ പാല്, അല്ലാതെ ഇവളെ പോലെ റോഡ് നിറങ്ങി നടക്കുന്ന ഇവക്കൊക്കെ എന്തിനാ പാൽ കൊടുക്കുന്നേ? ഭക്ഷണം കഴിക്കുന്നതന്നെ ഇവിടെ അധികം പറ്റാം എന്നും പറഞ്ഞിട്ട് ചന്ദ്ര നിൽക്കുമ്പോഴേക്കും രവി അവളെ ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓ ദാ വരുന്നു എന്നും പറഞ്ഞിട്ട് ആ പാല് ഹാളിൽ തന്നെ വെച്ചിട്ട് ചന്ദ്ര രവിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരാൾ കൂടിയുണ്ട്, നമ്മുടെ വർഷ ഓർക്കാണ്. പാവം ചേച്ചിക്ക് വേണ്ടി ആ സച്ചിയേടൻ പാല് കാച്ചി വെച്ചിട്ട് പോയതാ, അതുപോലും ഈ തള്ള കുടിപ്പിക്കുകയില്ലല്ലോ. ഇവരുടെ ഈ പാലുകൂടി ഇന്നത്തോടെ നിർത്തിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് പതിയെ അവൾ വാഷിംഗ് മെഷീനിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് സോപ്പ് പൊടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ട് 2 ഗ്ലാസ്സിലും ഓരോ സ്പൂൺ വെച്ച് കലക്കുന്നുണ്ട്. അമ്മായിമ്മ മരുമോളുവേ ഇതങ്ങോട്ട് കുടിക്ക്, നല്ല സുഖമായിരിക്കും. രേവതിക്ക് കൊടുക്കാതെ കുടിക്കാൻ നോക്കിയതല്ലേ, 2 ഉറങ്ങണ്ട എന്നും പറഞ്ഞിട്ട് വർഷ പതിയെ അവിടെ നിന്ന് മാറിപ്പോയി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് രവീന്ദ്രന് ഗുളികയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ചന്ദ്ര തിരികെ വരുന്നുണ്ട്. ചന്ദ്രൻ അങ്ങനെ വന്നിട്ട് ഈ പാലും കൊണ്ട് നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. ആഹാ എന്താ അമ്മ ഇപ്പൊ പാലൊക്കെ ആയിട്ട്? അല്ല മോളെ, അവിടെ സച്ചി രേവതിക്ക് കാച്ചി ചെന്ന പാലാ ഞാനതെങ്കിൽ കൊണ്ടുവരുന്നു. അയ്യോ രേവതിക്കാണെങ്കിൽ പിന്നെ അമ്മ ഇന്നലെ കൊണ്ടുവന്നേ. അങ്ങനെ അവളിപ്പോ പാൽ കുടിക്കണ്ട, എൻ്റെ മോള് കുടിക്ക്. അയ്യോ അമ്മേ വേണ്ട, മര്യാദയ്ക്ക് കുടിക്ക് ശ്രുതി, ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ, എൻ്റെ മോള് കുടിക്ക്. അങ്ങനെ ശ്രുതി ആ പാല് കുടിക്കുമ്പം എന്തോ ഒരു ചൊവ പോലെ അമ്മേ, അവനെ എന്തൊക്കെ ചേർക്കുന്നുണ്ടോ, ബദാമൊക്കെ ആയിരിക്കും, മോള് കുടിക്ക്. അങ്ങനെ അവളിപ്പോ കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ. അവസാനം എത്തുമ്പം എന്തോ ചൊവ്വലുകൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്. അമ്മയെ ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല, എന്തോ ചൊവ, എൻ്റെ മോൾ അങ്ങോട്ട് കുടിക്ക് എന്നും പറഞ്ഞ് ക്ലാസ് കമ്മത്തി വേറിട്ട് ഒഴിച്ചു വിടുക കേട്ടോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ. എന്നാലേ ഈ ക്ലാസ് ഞാൻ അടുക്കളയിൽ കൊണ്ട് കഴുകാൻ കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ നേരെ ഗ്ലാസും കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. രേവതി ഈ സമയത്ത് അവിടെ നിന്ന് പാല് വെപ്പ് കേട്ടോ, പാല് കാണാതെ. അപ്പോഴേക്കും ചന്ദ്ര ദാ ഈ ഗ്ലാസ്സിൽ കഴുകി വെച്ചേരെ. അയ്യോ ഇവിടെ ഇരുന്ന പാല്, ഏത് പാല്? അല്ല ഇവിടെ സച്ചിന് പാല് തിളപ്പിച്ച് വെച്ചായിരുന്നു, അത് ഞാനങ്ങ് കുടിച്ചു എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രേവതി ഒന്നും മിണ്ടാതെ ആ ഗ്ലാസ് കഴുകി വെക്കാൻ കേട്ടോ. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി ചേച്ചിക്ക് പാൽ കുടിക്കാൻ പറ്റില്ലല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? നീ ഉറങ്ങാൻ പോയില്ലേ? ഇല്ലില്ല, ഇവിടെ നടക്കുന്ന നാടകങ്ങളെ കുറച്ചേരം കൊണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കാം. സച്ചേനാണെങ്കിൽ രേവതിക്ക് പാല് കാച്ചി വെച്ചിട്ട് പോയി. അതേ സമയത്ത് ചേച്ചിയുടെ അമ്മായിമ്മ വന്നിട്ടേ ആ പാല് പതിയെ എടുത്തണമെന്ന് 2 ഗ്ലാസ്സിലാക്കി അവരുടെ സ്നേഹനിധിയായ മരുമകൾക്കും കൊടുത്ത് അവരും കുടിച്ചു. അതിനിപ്പോ എന്താ വർഷേ, ഇതൊക്കെ സ്ഥിരം പരിപാടിയല്ലേ, എനിക്കില്ലെന്ന് ഒരു വിഷമവും ഇല്ല. ചേച്ചിക്ക് വിഷമമില്ലെങ്കിലേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്, അതുകൊണ്ട് ഇന്ന് 2 പേരും ഉറങ്ങാൻ പോകുന്നില്ലെന്നോ? എന്താ വർഷേ പറഞ്ഞേ? 2 പേർക്ക് നല്ല പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് പണി? 2 പേരെ പാലിനകത്തും ഞാൻ ഓരോ സ്പൂൺ വിമ്മു വെച്ച് കലക്കി. വിമ്മോ? അവിടെ വാഷിംഗ് മെഷീൻ്റെ അടുത്തിരുന്ന സോപ്പ് പൊടിയില്ലേ, അത് കുറച്ചെടുത്ത് കലക്കി കൊടുത്തു.
എന്റെ ഈശ്വര, ആ സോപ്പ് പൊടിയോ? ആ അത് തന്നെ. അതെടുത്ത് രണ്ടുപേർക്കും കലക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും കുടിക്കുകയും ചെയ്തു. എന്റെ പൊന്നു വർഷേ, നീ എന്ത് പണിയായി കാണിച്ചത്? ഇനിയിപ്പൊ അതോടെ എന്റെ തല വരികയില്ലേ? അവർക്ക് രാത്രി മൊത്തം ലൂസ് മോഷൻ ആയിരിക്കും ഇനി. ചേച്ചിയായിട്ട് കൊടുത്തൊന്നും അല്ലല്ലോ. സച്ചിയേട്ടൻ ചേച്ചിക്ക് വെച്ചിരുന്ന പാലെടുത്ത് അവര് കൊണ്ടുപോയി. അവര് കുടിച്ചു. അതിലിപ്പോ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റെന്താ? ചേച്ചി കണ്ടുകൂടിയില്ല അവര് കൊണ്ടുവന്ന് അല്ലേ? അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട. പിന്നെ ഞാനാ കളിക്കുന്നങ്ങനെ പറഞ്ഞാലേ എന്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. എല്ലാവരും ഇട്ട് പോരിക്കും. അതുകൊണ്ട് പറയില്ലെന്ന് എന്റെ വിശ്വാസം എന്നും പറഞ്ഞ് ചേച്ചി കൂളായിരിക്കും. ഇന്ന് രണ്ടുപേരും കിടന്ന് ഓടട്ടെ. ചേച്ചിയെ കുറെ രണ്ടുപേരും കരയിക്കുന്നല്ലേ, കുറെ രണ്ടുപേരും കുത്തുവാക്കൊക്കെ പറഞ്ഞല്ലേ, ഇട്ട് കഷ്ടപ്പെടുന്നല്ലേ, അനുഭവിക്കട്ടെന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വർഷത്തേക്ക് കയറി പോവാണ്. എന്റെ ഈശ്വര, ഈ പെണ്ണിന്റെ കാര്യം എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ടെറസിന്റെ മുകളിലേക്ക് സച്ചിയുടെ അടുത്തേക്ക് പോവാണ്. സച്ചി പറഞ്ഞുണ്ട്, നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞു സച്ചിയേട്ടാ. നീ പാല് കുടിച്ചോ? ഇല്ല സച്ചിയേട്ടാ. ആഹാ കൊള്ളാം. ഞാൻ കാച്ചി വെച്ചിട്ട് വന്നിട്ട് പോലും നീ കുടിച്ചില്ലേ? സച്ചിയേട്ടാ, ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് പിന്നെ വർഷയുണ്ടല്ലോ. വർഷ, അത് ഞാൻ അവിടെ പാല് കാച്ചി വെച്ചിരുന്നില്ലേ, അമ്മയുടെ അടുത്ത് ശ്രുതിക്കും കൊടുത്ത് അമ്മയും കൂടി പപ്പാതി കുടിച്ചു. എനിക്ക് അപ്പോഴേ തോന്നി ഈ അമ്മയുടെ ഒരു കാര്യം. നിനക്കൊരു ഗ്ലാസ് പാല് വെള്ളം തരാൻ സമ്മതിക്കില്ലല്ലേ? സച്ചേട്ടാ, അതല്ല പ്രശ്നം. വർഷ ഇതെല്ലാം കണ്ടോണ്ട് നിന്നിട്ട് പാലെനിക്ക് തന്നില്ലെന്നും പറഞ്ഞിട്ടേ വർഷ രണ്ടുപേരും പാലിനകത്ത് സോപ്പ് പൊടി കലക്കിയ. സച്ചേട്ടാ, സോപ്പ് പൊടി കലക്കിയതോ? വർഷയോ? അത് കലക്കി. അവള് മിടിക്കായെന്നും പറഞ്ഞ് ചിരിക്കാണ്. എന്റെ സച്ചേട്ടാ, രാത്രി മൊത്തം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? രണ്ടെണ്ണത്തിന്റെ അഹങ്കാരമേ കുറച്ചൊന്ന് കുറയട്ടെ. ലൂസ് മോഷൻ വഴി അവങ്ങ് പൊക്കോളും. എന്റെ സച്ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. നീ ഒന്നും പേടിക്കണ്ട. നിന്നിട്ട് രണ്ടുപേരും കഷ്ടപ്പെടുത്തുന്നല്ലേ. വർഷയ്ക്ക് ബുദ്ധിയുണ്ട്. അവൾ നല്ല പെൺകുട്ടിയാ. ഇപ്പത്തെ കാലത്തെ പെൺകുട്ടി അല്ല. നിന്നെ പോലെ കരഞ്ഞുമല്ല. നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. അവർ കിടന്ന് അനുഭവിക്കട്ടെ. അങ്ങനെ സച്ചിൻ രേവതിയും ടെറസിന് മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും നല്ല പണി കിട്ടിയിട്ടോ. രണ്ടുപേരും ടോയ്ലറ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രണ്ടുപേരും അടുത്ത ഹാളൊന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വർഷ. എന്താ സംഭവിച്ചെന്ന് അറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്താ മോളെ സംഭവിച്ചേ? ഇവിടെ എല്ലാവരും കഴിച്ചല്ലോ, നമ്മളും കഴിച്ചുള്ളൂ. പിന്നെ എന്താ നമുക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞുണ്ട്, എനിക്ക് അറിയില്ലമ്മേ, നമ്മൾ ഒന്നും കഴിച്ചില്ല സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ എന്ത് സംഭവിക്കാനാ? എനിക്ക് അറിയില്ല. നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ. മോളെ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും ശ്രുതി ഓടി ബാത്റൂമിലേക്ക് പോവാണ്. ചന്ദ്രയും ബാത്റൂമിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ വളരെ രസകരമായിരുന്നു കേട്ടോ. നമ്മുടെ വർഷയുടെ ആ ഒരു സ്വഭാവങ്ങളുടെ ആപ്പാട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഇതുപോലെ കിടലൻ സ്റ്റോറീസിനായി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.